ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 നൊബേൽ പ്രൈസ് വിന്നേഴ്സിനെയാണ്. ആദ്യത്തേത് ഫിസിക്സ് ലെക്ചറാണ് ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡവോറേറ്റ്, ജോൺ എം മാർട്ടിനസ്. ജോൺ എം മാർട്ടിനസ്. മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെയും ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ എനർജി ക്വാണ്ടൈസേഷൻ്റെയും കണ്ടെത്തലുകൾക്കാണ് ഫിസിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്. ജോൺ ക്ലാർക്ക് UK എന്നുള്ള വ്യക്തിയാണ്. മിഷേൽ എച്ച് ഡവോറേറ്റ് ഫ്രാൻസ്, ജോൺ എം മാർട്ടിനസ് USA. അടുത്തത് കെമിസ്ട്രി. റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയക്കാരനാണ്. സുസുമു കിറ്റഗാവ ജപ്പാൻ, ഒമർ എം യാഗി USA. റിച്ചാർഡ് റോബ്സൺ, സുസുമു കിറ്റഗാവ, ഒമർ എം യാഗി. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിൻ്റെ വികസനത്തിനാണ് കെമിസ്ട്രിക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചത്. റിച്ചാർഡ് റോബ്സൺ, സുസുമു കിറ്റഗാവ, ഒമർ എം യാഗി. അടുത്തത് മെഡിസിൻ ലഭിച്ചവരാണ് മേരി ഇ ബ്രാങ്കോ USA, ഷിമോൺ സകാഗുച്ചി ജപ്പാൻ, ഫ്രെഡ് റാംസ്ഡൽ USA. മേരി ഇ ബ്രാങ്കോ, ഷിമോൺ സകാഗുച്ചി, ഫ്രെഡ് റാംസ്ഡൽ. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് മെഡിസിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്. മേരി ഇ ബ്രാങ്കോ, ഷിമോൺ സകാഗുച്ചി, ഫ്രെഡ് റാംസ്ഡൽ. അടുത്തത് ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ഹംഗേറിയൻ സാഹിത്യകാരനായ ലാസ്ലോ ക്രസ്നഹോർക്കെയ്ക്കാണ്. ഹംഗേറിയൻ സാഹിത്യകാരൻ ലാസ്ലോ ക്രസ്നഹോർക്കെ. അപ്പോകാലിപ്റ്റിക് ഭീകരതയുടെ നടുവിലും കലയുടെ ശക്തി വീണ്ടും ഉറപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആകർഷകവും ദർശനാത്മകവുമായ പ്രവർത്തനത്തിനാണ് പുരസ്കാരം. അപ്പോൾ ലിറ്ററേച്ചർ ലാസ്ലോ ക്രസ്നഹോർക്കെ. അടുത്തത് പീസ് നൊബേൽ പ്രൈസ് ലഭിച്ചത് മരിയ കൊറീന മച്ചാഡോ. വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവാണ് മരിയ കൊറീന മച്ചാഡോ. വെനസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കും സ്വേച്ഛാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്കുള്ള അധികാര കൈമാറ്റത്തിനും നടത്തിയ ഇടപെടലുകൾക്കാണ് മരിയ കൊറീന മച്ചാഡോയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. പീസ് നൊബേൽ പ്രൈസ് മരിയ കൊറീന മച്ചാഡോ. അടുത്തത് എക്കണോമിക്സിന് ലഭിച്ച വ്യക്തികളാണ് ഫിലിപ്പ് അഗിയോൺ, ഫ്രാൻസിൽ നിന്നുള്ള വ്യക്തിയാണ്. ജോയൽ മോക്കർ USA, പീറ്റർ ഹൗവിറ്റ് കാനഡ. ഫിലിപ്പ് അഗിയോൺ, ജോയൽ മോക്കർ, പീറ്റർ ഹൗവിറ്റ്. രണ്ട് കണ്ടെത്തലുകൾക്കാണ് എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്. ജോയൽ മോക്കറിന് സസ്റ്റെയിൻഡ് ഗ്രോത്ത് ത്രൂ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിനും ഫിലിപ്പ് അഗിയോണിനും പീറ്റർ ഹൗവിറ്റിനും സസ്റ്റെയിൻഡ് ഗ്രോത്ത് ത്രൂ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനുമാണ് നൊബേൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ എക്കണോമിക്സ് ഫിലിപ്പ് അഗിയോൺ, ജോയൽ മോക്കർ, പീറ്റർ ഹൗവിറ്റ്.